നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ടെൻ ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു റിലേഷനിലൊരു ഫാമിലി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഈ റിലേഷനെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലായിരിക്കാം. എന്തായാലും ഫാമിലി ഈ റിലേഷനിൽ ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടെമ്പറൻസ് എന്ന് കാണിക്കുന്നുണ്ട്. റിലേഷനിൽ ഒരു ബാലൻസ് മുന്നോട്ട് വരും എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇമോഷണലി ഒരു ഇംബാലൻസ്ഡ് ആയിട്ടാണ് നിങ്ങൾ ഈ റിലേഷൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവരാം. ഒരുപാട് ഇമോഷണലി വീക്കായി പോവാതെ, ഈ റിലേഷനിലോട്ട് ഒരുപാട് അഡിക്റ്റഡ് ആവാതെ നിങ്ങൾ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റിലോട്ട് കൂടി മാറുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലാതെ ഇമോഷണലി മാത്രം ഡിസിഷൻ എടുത്താൽ അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ഇമോഷണലി ചിന്തിക്കാതെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ റിലേഷന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടൊക്കെ ഡിസിഷൻസ് അവർ എടുക്കുന്നുണ്ട്. കൂടുതൽ അവർക്ക് പെയിൻ ഉണ്ടാവാത്ത രീതിയിലുള്ള തീരുമാനങ്ങളിലോട്ടാണ് അവർ പോകുന്നത്. അവരെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസ് ആണ് അവർ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ റിലേഷൻ കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അവർക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഈ റിലേഷനെ കൊണ്ടുപോകുന്നത്. അതുപോലെ നിങ്ങളും അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത്, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ളതാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻ മുന്നോട്ട് ചൂസ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. അതിന് റീസൺ ആയിട്ട് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ വഴക്കുകളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലോ എന്തെങ്കിലും പെയിൻഫുൾ ആകുന്ന വാക്കുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞ അവരെ വേദനിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം അവരുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ അവര് ഓരോ പ്രശ്നം കഴിയുമ്പോഴും നിങ്ങൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ മനസ്സിൽ വെക്കുന്നു. അത് ആ ഒരു സമയത്ത് തന്നെ അത് നിങ്ങൾ പറഞ്ഞ് ഒത്തുതീർപ്പാവുമ്പോൾ അത് അവരുടെ മനസ്സിന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല. ആ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിലിപ്പം നെഗറ്റീവായിട്ട് ഈ റിലേഷൻ കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുന്ന, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ലെവലിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം എന്ത് വഴക്കോ പ്രശ്നങ്ങളോ നടന്നാലും നമ്മൾ അത് കോംപ്രമൈസ് ആവുമ്പോൾ അത് വിടും, അല്ലെങ്കിൽ അത് ഓക്കെ അത് അങ്ങനെ കോംപ്രമൈസ് ആക്കി വിടാം എന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ കരുതുന്നില്ല. അവർ ആ ഒരു ഇഷ്യൂ അവരുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് ഓരോ സിറ്റുവേഷനും കഴിയുമ്പോഴും അത് പഴയ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോഴീ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ, ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നാണല്ലോ ഉണ്ടാവുന്നത്, അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നങ്ങളാവും എന്നൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർ കൺഫ്യൂസ്ഡ് ആണ്. ഇത് ചൂസ് ചെയ്യണോ നിർത്തണോ എന്നുള്ള ഒരു കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് ആണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ഒരു വാക്ക് തർക്കവും സംസാരവും ഉണ്ടായിട്ട് പെട്ടെന്ന് റിലേഷൻ എൻഡായി പോയതായിട്ട് കാണുന്നുണ്ട്. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾക്ക്. ഇവിടെ ഈ പേഴ്സൺ ഇവിടെ ഈ റിലേഷൻ ഈ ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്.
ഇവിടെ ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് മാറി എല്ലാവർക്കും അല്ല, ചിലർക്ക് നിങ്ങളെ പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും തിരിച്ചു വന്നോളന്നില്ല കേട്ടോ. കാരണം ചിലരിത് സ്റ്റോർ ചെയ്ത് വെച്ച് ഞാൻ ഈ റിലേഷൻ ചൂസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കുറച്ച് ആളുകൾക്ക് അവരുടെ പേഴ്സൺ തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇത് ചൂസ് ചെയ്യാം, ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രെങ്ത് കാർഡാണ് കാണിക്കുന്നത്. ഇവിടെ ഈ റിലേഷൻ സ്ട്രെങ്തൻ ആവുന്നതായിട്ടാണ് കാണുന്നത്. മെജോറിറ്റി ആളുകൾക്കും ഇത് സ്ട്രെങ്തൻ ആവും. പക്ഷെ കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഇത് മാച്ച് ആയിക്കൊള്ളുന്നില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ചതിന് ശേഷം റിലേഷൻ വേണ്ടെന്ന് വെക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ആവും. അവർ ഇനി തിരിച്ച് വരുമ്പം കൂടുതൽ റിലേഷൻ സ്ട്രെങ്തൻ ആയി മാറുകയാണ് ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ചൈൽഡിഷ് ആയിട്ടാണ്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമാക്കി മാറ്റുക, അതുപോലെ റിലേഷനിൽ വേണ്ടത്ര സീരിയസ്നെസ് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് സത്യം പറഞ്ഞാൽ ഈ റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്നുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്, ഒരു മെച്യൂർഡ് ആയി അല്ലാതെ ഈ റിലേഷനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അവരുടെ മിസ്റ്റേക്ക് അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളിലാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് കണ്ടെത്തുകയും നിങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയും എന്നിട്ട് അവരാണ് പെർഫെക്റ്റ്, നിങ്ങൾ ശരിയല്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരുടെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കാതെയാണ് ഓരോ ഡിസിഷനും ഈ റിലേഷനിൽ അവർ എടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻ ഒരു കൺഫ്യൂഷൻ വരുമ്പം നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. ഈ റിലേഷൻ ഞാൻ കൊണ്ടുപോകണോ വേണ്ടയോ, ഇതെനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള റിലേഷനാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അബണ്ടൻസ് എന്നാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാവുന്നതായിട്ടാണ്. നിങ്ങൾ ഒരുപാട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിലേഷനാക്കി ഈ ഒരു റിലേഷനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഞാൻ ഈ പറയുന്നത് മെജോറിറ്റി ആളുകൾക്കും മാച്ച് ആയിക്കൊള്ളുന്നില്ല. കുറച്ച് പേർക്ക് മാച്ച് ആവാതിരിക്കാം, കുറച്ച് പേർക്ക് മാച്ച് ആവാം കേട്ടോ. ജൂലൈ 1990, തൃശ്ശൂർ, ഇടുക്കി, പൂരം, ലെറ്റർ എൻ, അശ്വതി, ലെറ്റർ ബി, ലെറ്റർ ഡി, ആയില്യം 1995, തൃക്കേട്ട, വിശാഖം, ഉത്രട്ടാതി, എറണാകുളം, മെയ് 1985, ചോതി, പൂരാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.